കുറച്ച് നാളുകളായി ഉപയോഗിക്കാതിരുന്ന ബുൾഡോസറുകൾ വീണ്ടും യോഗി ഉപയോഗിച്ചു തുടങ്ങിയല്ലോ. അതെ അതെ, വേണ്ടി വന്നു. ആവശ്യമില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ കോളേജിലൊരു പെൺകുട്ടിയെ പ്രേമിച്ചു കഴിഞ്ഞാൽ ഐ ലവ് എന്നൊക്കെ ബോർഡ്, ഒരു കൗമാര കൗതൂഹലത്തിൻ്റെ ഒരു പ്രതിഫലനം ഒക്കെ, കൗമാര പ്രണയം ഒക്കെ അങ്ങനെ പൂക്കാറുണ്ട് ചിലരില്ല. ഒരു പെർവേർഷനാണതെങ്കിലും ഐ ലവ് സോ എന്ന് പറഞ്ഞൊക്കെ, എ ലവ്സ് ബി, ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ പ്രവാചകൻ എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് പ്രവാചകൻ എന്നൊക്കെ പറയുന്നത്, അപ്പം ബഹുമാനവും ആദരവും വേണ്ട. പൊതുസ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ബോർഡ് വെച്ചിട്ട് ഐ ലവ് മുഹമ്മദ് എന്ന് വെക്കാനുള്ള അല്ല, അതൊരു തരം അവഹേളനവും മതനിന്ദയും വാസ്തവത്തിൽ. ആ വിവരദോഷമാണ് ബറേലി എന്ന് പറയുന്ന സ്ഥലത്ത്, ഉത്തർപ്രദേശിൽ ഉള്ള സ്ഥലമാണ്. ബറേഹി മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ അവിടെ കൊണ്ട് പതിച്ചു വെച്ചു. ഇതിപ്പോൾ കുഴപ്പമില്ല, അവരുടെ വീടിന് മുമ്പിലും അവരുടെ കടയ്ക്ക് മുമ്പിലും ഒക്കെ വെച്ചാൽ അതിലാർക്കും പ്രതിഷേധം ഉണ്ടാകാൻ വഴിയില്ല. ഇതങ്ങനെയല്ല, അടുത്തിരിക്കുന്ന ആളിൻ്റെയും കടയ്ക്ക് കൊണ്ടുവച്ചു. ആ ലവിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് കൊടുക്കുന്ന രീതിയിൽ അതൊരു മനോരോഗവും ഒരു സാമൂഹിക രോഗവുമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നടപടിയെടുക്കേണ്ടി വരും. കാരണം ഇത് മതകാര്യങ്ങളാണ്. ഒരാളിൻ്റെ വിശ്വാസവും സ്നേഹവും ഒന്നും മറ്റവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആരെ സ്നേഹിച്ചോ അത് സ്നേഹിച്ചോളൂ. പക്ഷേ അയലത്തിരിക്കുന്നവൻ അവന് സ്നേഹിക്കണമെന്ന് തോന്നുന്ന ആളിനെ സ്നേഹിച്ചാൽ പോരെ. നിങ്ങൾ സ്നേഹിക്കുന്ന ആളിനെ തന്നെ അവന് സ്നേഹിച്ചാൽ പിന്നെ അവിടെ കലാപമല്ലേ ഉണ്ടാവും. അത്തരം ഒരു കലാപം കഴിഞ്ഞ നബി ദിനത്തിൽ ഉത്തർപ്രദേശിലുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമായി, മരണത്തിലേക്ക് കലാശിച്ചിട്ടില്ല. പക്ഷേ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു തരം അരാജകത്വത്തിലേക്ക് അത് നീങ്ങി. മറ്റുള്ളവരുടെ മതവികാരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഐ ലവ് മുഹമ്മദ് എന്നുള്ള പോലെ. അപ്പോൾ ഐ ലവ് റാം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു മത്സരമാവും, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, രാജ്യം കുട്ടിച്ചോടാവും. രാജ്യം തന്നെ കലാപത്തിൻ്റെ ഒരു തീരി വേണമായി. രാഹുൽ ഗാന്ധിയൊക്കെ തലകുത്തി നിന്ന് ശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും നടക്കാത്ത കാര്യമാണ്. കാരണം ഇന്ത്യയുടെ ഒരു ഏകാത്മക സംസ്കാരമുണ്ട്, ഏകാത്മക മാനവികത എന്ന് പറയുന്നത്. അതുള്ളതുകൊണ്ടാണ് ഇതൊന്നും വലുതായിട്ട് ഏശാതിരിക്കുന്നത്. പക്ഷേ ഉത്തർപ്രദേശ് പോലുള്ളിടത്ത് ആസൂത്രിതമായിട്ട് ഇത് കത്തിക്കാനുള്ള ശ്രമം വരും. രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആൾക്കാർ അത് കത്തിക്കാൻ തരും. കേരളത്തിൽ നിന്നും മോശമല്ലാത്ത രീതിയിൽ ആൾക്കാർ ചെല്ലും, ഇതൊന്ന് കത്തിച്ച് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട്, അത് കണ്ടൊന്ന് സന്തോഷിക്കാൻ, ആ കൗതൂഹലത്തിന് വേണ്ടിയിട്ട്. പിന്നെ വിദേശ രാജ്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക, എങ്ങനെ ഇന്ത്യ ഇങ്ങനെ കയറിപ്പോകുന്നു, ഒന്ന് പിടിച്ചു നിർത്താം എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അത് ഏറ്റവും കൂടുതലായിട്ട് പ്രതിഫലിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പ്രത്യേകിച്ചും ഒരു വർഗീയ ലഹളയ്ക്കും ഇടം കൊടുക്കാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യത്തെ വികസനം ഒരിക്കലുമില്ലാത്ത വിധം ഒരു ട്രാൻസ്ഫർമേഷനിലേക്ക്, ജെറ്റ് യുഗത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന, പണ്ട് കാളവണ്ടിയുടെ വേഗത്തിൽ ഉണ്ടായിരുന്ന വികസനത്തെ ഇന്ന് ജെറ്റ് വിമാനത്തിൻ്റെ വേഗത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ സംസ്ഥാനം. അപ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നിപ്പോൾ ഉത്തർപ്രദേശാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തകർക്കാനും, അവിടുത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഒന്ന് തകർക്കാനും വേണ്ടിയിട്ടുള്ള, അവിടെ മതമെന്ന് പറയുന്ന ഒരു വൈറസിനെ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഗസയായി തീരുമല്ലോ, പശ്ചിമേഷ്യയായി തീരും. പിന്നെ അവിടെ ഒരു വ്യവസായവും കുരുക്കില്ല. ആ ഒരു ലക്ഷ്യത്തോടു കൂടി ചെയ്ത കാര്യമാണ്. പക്ഷേ മുളയിലേ ഇതങ്ങ് നുള്ളിക്കണം. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ബോർഡ് ഇവിടെ വയ്ക്കാൻ പാടില്ല, വെച്ചു കഴിഞ്ഞാൽ. അല്ലെ, കുറച്ച് നാളുകളായി ഉത്തർപ്രദേശിന്റെ കാലാവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ സമാധാനമാണ്, അങ്ങനെ വലിയ സംഘർഷമൊന്നുമില്ല. പണ്ട് നിരന്തരം വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് സമാധാനം ഉണ്ടായപ്പോൾ ചിലരുടെ ലക്ഷ്യമാണോ വീണ്ടും പഴയ രീതിയിലേക്ക് വരട്ടെ എന്നത്? അതെ, വാസ്തവം പറഞ്ഞാൽ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്നേ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടേണ്ട വ്യക്തിയാണ് 8 വട്ടം. അങ്ങനെയൊന്നും അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നത്. അദ്ദേഹം ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ. ഇവിടെ ഈ മതഘോഷയാത്രകളിൽ നടക്കും, ഹിന്ദുക്കളുടെ വരുന്നുണ്ട്, നവരാത്രിയുണ്ട്, ദീപാവലിയുണ്ട്. അന്ന് നടക്കുന്ന ഘോഷയാത്രയ്ക്ക് ഇടയിൽ മണ്ണ് വാരിയിട്ടാണ്, ഇതാ പറഞ്ഞത്, ഹിന്ദിയിൽ പറഞ്ഞത്, മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ജില്ലയിൽ നിന്ന് മണ്ണ് വാരിയിടുക എന്ന് വെക്കുക.
അടുത്ത ജില്ലയിലെത്തുമ്പോൾ അവിടെ യമരാജൻ നിങ്ങളെ കാത്തു വേറൊന്നും പറഞ്ഞില്ല. ഞാൻ കർഫ്യൂ പ്രഖ്യാപിക്കത്തില്ല, നിരോധനാജ്ഞ പ്രഖ്യാപിക്കൽ ഒന്നുമില്ല. ജീവിതം അതിൻ്റെ സ്വച്ഛ സ്ഫടിക സംഘാശയമായ രീതിയിൽ സമാധാനമായിട്ട് പോകണം. ഗംഗാനദിയൊക്കെ യമുനാ നദിയൊക്കെ ഒഴുകുന്നത് പോലെ തന്നെ സ്വച്ഛമായിട്ട് പോകും. പക്ഷേ ഇവിടെ മണ്ണ് വാരിയിട്ട് അടുത്ത ജില്ലയിൽ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നത് യമരാജൻ. സാക്ഷാൽ നിങ്ങളെ പിടിച്ചുകൊണ്ടു പോകാനുള്ള ആൾ തന്നെ അവിടെ നിൽക്കും, വേറൊന്നുമില്ല. എന്നു മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ബുദ്ധി എന്ന് പറയുന്നത് തൗബീൻ റസാഖാൻ എന്ന് പറയുന്ന ആളാണ്. ഇവരുടെയൊക്കെ പേര് പറയാൻ ഇത്തിരി പാടാണ്. തൗബീർ റാസാഖാൻ ഇത്തിഹാദെ എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹം ഇത്തിഹാദെ മിലാദ് കൗൺസിൽ എന്ന് പറയുന്നതിൻ്റെ അധ്യക്ഷനാണ്, മേധാവിയാണ്. അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിതമായിട്ട് നടത്തിയ ഒരു പരിപാടിയാണ് എങ്ങനെ കുഴപ്പമുണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു ഗവേഷണം. ഐ ലവ് അക്ബർ. ചിലവില്ലാത്ത കാര്യമാണല്ലോ, കൊണ്ട് ബോർഡ് വെച്ചാൽ മതിയല്ലോ. ഐ ലവ് അക്ബർ അല്ല, അക്ബർ ആണെങ്കിൽ കുഴപ്പമില്ല. മുഹമ്മദ്, ഈ മുഹമ്മദ് എന്ന് പറയുന്ന പേരെന്തെല്ലാം കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെ ഒരു പേരെഴുതി തന്നെ അധ്യാപകൻ്റെ കൈ വെട്ടി അങ്ങനെ ജോലിയും നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ കേരളത്തിൽ ഈ പേര് ആരും ഉപയോഗിക്കാറില്ല. എനിക്ക് പറയാൻ തന്നെ പേടിയാവും. ഇത് ഇങ്ങനൊരു കുലുമാലാവുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേര് മുഹമ്മദ്, ആത്മാർത്ഥ സുഹൃത്തോ, പുള്ളിയെ ഞാൻ പേര് വിളിക്കില്ല, പേടി. ആ പേടിയുടെ ഒരു അന്തരീക്ഷം, സ്നേഹത്തിൻ്റെ അന്തരീക്ഷം ലവ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അത് ഐ ഫിയർ മുഹമ്മദ് ദ നെയിം, മനസ്സിലായില്ലേ? ഐ ലവ് മുഹമ്മദ് ദി പ്രോഫറ്റ് എന്നാണ്. പക്ഷേ ഇപ്പം നമുക്കെന്താ സംഭവിച്ചിരിക്കുന്നത്? വി ഫിയർ മുഹമ്മദ് ദി നെയിം. ആ പേര് പറയാനും അല്ലേ എല്ലാവർക്കും ഒരു കിടിലം വരില്ലേ? കയ്യിലോട്ടായിരിക്കും നോക്കുന്നത് എപ്പോഴാണ് ഇനി വെട്ടു വരുന്നത് അല്ലേ? അങ്ങനെ ഒരു ഫിയറിൻ്റെ അന്തരീക്ഷം ശ്രദ്ധിക്കുക. കാരണം ജോസഫ് മാഷ് ഒരു ഉദാഹരണമാണല്ലോ. അതെ, എല്ലാവർക്കും പേടിയാണ്. കൈ എവിടെ കാണുമോ, അതുപോലെ കഴുത്തിന് മുകളിൽ തല കാണുമോ എന്നുള്ള പേടിയും കൂടെ ഉണ്ട്. കാരണം എന്ത് ചെയ്യാൻ മടിക്കില്ല. മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ കശാപ്പുകളല്ലേ വാസ്തവത്തിലെ അന്ധവിശ്വാസവും അതുപോലെ തന്നെ മതവെറിയും വർഗീയതയും. അതാരും പറയില്ല. കാരണം അവരുടെ സുരക്ഷിത ബോധമില്ലായ്മ കൊണ്ട് അവർ ചെയ്യുന്നതാണ്. യോഗിക്ക് അങ്ങനെയുള്ള കാപട്യങ്ങളില്ല, ഹിപ്പോക്രസി ഇല്ല. ഈ പുള്ളിക്കാരനെ പിടിച്ച് ജയിലിലും കിട്ടും. അവിടെ ആരും അങ്ങ് പ്രീണിപ്പിക്കേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. പ്രീണിപ്പിക്കുക എന്നുള്ളതല്ല രാജധർമ്മം. എല്ലാവർക്കും തുല്യനീതി കൊടുക്കുക എന്നുള്ളതാണ്. ജയിലിലിട്ടിട്ട് മാത്രമല്ല, ബുൾഡോസറിനെതിരെ പ്രശാന്ത് ഭൂഷണും അതുപോലെ കപിൽ സിബലും എത്രമാത്രം പൊതുതാൽപര്യ ഹർജികളാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയോ? എൻ്റെ ദൈവമേ, എണ്ണിയാൽ തീരില്ല. ചാക്കുകെട്ടുകളുണ്ട്. നമ്മുടെ സ്വർണ്ണക്കെട്ടുകൾ അവിടെ ഇരുന്നല്ല ഒരു ജഡ്ജിയുടെ വീട്ടിലെ സ്വർണ്ണമല്ല പണച്ചാക്കുകളെക്കാൾ കൂടുതലാണ് ഇവർ കൊടുത്ത ഹർജികളുടെ വലിപ്പം. അതുപോലെ രാഹുൽ ഗാന്ധി കൊണ്ട പട്ടിക, വോട്ടേഴ്സ് പട്ടിക കുന്നോളം വലിപ്പത്തിൽ കൊണ്ട ആളുകളെ കാണിച്ചില്ലേ? അത് ഒതുക്കി വെക്കാഞ്ഞിട്ടാണ് സംഭവിച്ചത്. അത്രമാത്രം കേസുകളാണ് അവർ കൊടുത്തിരിക്കുന്നത് യോഗി ആദിത്യനാഥിനെതിരെ. എന്തായാലും കൊള്ളാം. ഞാൻ ബുൾഡോസർ രാജിലേക്ക് തന്നെ പോവുക. ഗുണ്ടാരാജ് ഒഴിവാക്കി അവിടെ ഇല്ലാതാക്കി പുള്ളി. ബുൾഡോസർ രാജുണ്ട്. ബുൾഡോസർ വെച്ച് അവിടെയുള്ള ഈ നേതാക്കന്മാരെല്ലാം അനധികൃതമായിട്ട് സമ്പാദിച്ചിരിക്കുകയാണെന്നേ. പാവങ്ങൾ കിടന്ന് പട്ടിണി കിടക്കുന്നു, കുട്ടികൾ അശുക്കളായിട്ടിരിക്കുന്നു. നേരത്തെ കാലത്തെ 17-ാം വയസ്സിൽ അശുക്കളായ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അവർക്ക് കുട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ ഉണ്ടാക്കി അവർ മരിച്ചു പോകുന്നു 40-40 വയസ്സാകുമ്പോൾ. അതാണ് രാജേന്ദ്ര സച്ചാർ കമ്മീഷൻ അവർക്ക് പ്രത്യേകം ആയിട്ടുള്ള സംവരണം കൊടുക്കണമെന്ന് ശുപാർശ ചെയ്യാൻ കാര്യം. ഇതൊന്നും ഈ മത നേതാക്കൾ നോക്കുന്നില്ല. ഐ ലവ് മുഹമ്മദ് എഴുതി കഴിഞ്ഞാൽ പട്ടിണിയും മാറും, പരിവട്ടവും മാറും, എല്ലാവും നല്ല സക്കാത്തും. ഇതല്ലല്ലോ മതങ്ങൾ ചെയ്യേണ്ടത്. അവരുടെ മതത്തോട് ചെയ്യുന്ന ക്രൂരതയല്ലേ ഇത്? അപ്പോൾ ഇദ്ദേഹത്തിനെ പിടിച്ച് ജയിലിട്ടു. ഇദ്ദേഹം അനധികൃതമായിട്ട് സമ്പാദിച്ച വസ്തുക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ. പാവങ്ങൾക്ക് ഒരു 5 പൈസ കൊടുത്തിട്ടില്ല. അത് മുഴുവൻ ബുൾഡോസർ വെച്ച് ഇടിച്ചങ്ങ് നിരപ്പാക്കി. ഇപ്പോൾ അവിടെ സമാധാനമായി, യാതൊരു പ്രശ്നവുമില്ല. ഐ ലവ് മുഹമ്മദ് ഇല്ല. കാരണം യോഗി ഇത് ചെയ്തതിൻ്റെ കാരണം, അതിൻ്റെ പ്രേരണ എന്ന് പറയുന്നത് ഐ ലവ് ശ്രീരാമല്ല, ഐ ലവ് ദ പീപ്പിൾ ഓഫ് ഉത്തർപ്രദേശ്. അതാണ് അതിൻ്റെ സ്പിരിറ്റ്. ഉത്തർപ്രദേശിലെ ജനങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഇത് ഞാൻ ചെയ്യുന്നു. അവിടെ വർഗീയ വിദ്വേഷത്തിൻ്റെ വിഷം കലക്കാനുള്ള ഭൂമികയല്ല. അവിടെ വ്യവസായം, ആ വ്യവസായശാലകളിലൂടെ വളർന്ന തൊഴിൽ, അങ്ങനെയുള്ള തൊഴിലിലൂടെ സാമ്പത്തികമായ സുരക്ഷ, ആവശ്യത്തിന് തൊഴിൽ, ആവശ്യത്തിന് സമ്പാദ്യം, സബ്കേ സാത്ത്. മുസ്ലിമെന്നോ ഹിന്ദുവെന്നുമില്ല. നരേന്ദ്രമോദിയുടെ ഇതിനായിട്ടുള്ള പദ്ധതികൾ ബജറ്റിൽ വക കൊള്ളിച്ചിട്ടുള്ളവയും അല്ലാത്തവയും
അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ്, ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളാണ്. ഇനിയിപ്പോൾ രാജേന്ദ്ര സച്ചാർ കമ്മിറ്റി ഒരു തെളിവെടുപ്പ് നടത്തിയാൽ തീർച്ചയായിട്ടും കാണുന്ന വളരെ വ്യത്യസ്തമായിട്ടൊരു ചിത്രമായിരിക്കും. വിദ്യാഭ്യാസം ശ്രദ്ധിച്ച, തൊഴിൽ നേടിയിട്ടുള്ള മുസ്ലിം യുവാക്കൾ, അതല്ലേ വേണ്ടത് നമ്മൾ. അല്ലാതെ നമ്മൾ ഈ പടവും അതാണ് സാറേ ഞാൻ ആദ്യം ചോദിച്ചത്. ഇങ്ങനെ ഒരു വികസനപരമായും വിദ്യാഭ്യാസപരമായും അവിടെ സമാധാനം വരുന്നു, വികസനം വരുന്നു, ഇതൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാതെ എപ്പോഴും സംഘർഷം ഉണ്ടാകുക, എപ്പോഴും ഈ മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്, നേതാക്കളുണ്ട്, സംഘടനയുണ്ട്. അതല്ലേ നാം ഈ ഉത്തർപ്രദേശിൽ കാണുന്നത്. അതെ, അത് ഇഷ്ടപ്പെടാത്ത യാദവന്മാരുടെ പാർട്ടി ഉണ്ടല്ലോ, സമാജ്വാദി പാർട്ടി, അതിനും ഇഷ്ടപ്പെടുന്നില്ല. ഇത് ചൊവ്വേ നേരെ കാര്യങ്ങൾ പോകുന്നു, കലക്കിയാൽ കൊള്ളാമെന്ന് അവർക്കും ഉണ്ട്. കലക്കാൻ പറ്റുന്നില്ല, കാരണം അത്ര നല്ല അഡ്മിനിസ്ട്രേഷനാണ്, ഒരുക്കും മുഷ്ടി കൊണ്ടുള്ള ഭരണമാണ് നടക്കുന്നത്. അദ്ദേഹം ആളിപ്പോൾ 5 അടി പോലും ഇല്ല. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പോലെയാണ്, 5 അടിയേ ഉള്ളൂ ഉയരം. പക്ഷേ എവിടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ നടത്തണമെന്നുള്ള അറിയാം. അല്ലെങ്കിൽ യാതൊരു പേടിയും ഭീതിയും ഇല്ല. അതാണല്ലോ നമ്മുടെ സത്യപ്രതിജ്ഞയിൽ തന്നെ പറയുന്നത്, ഭീതിയോ പ്രീതിയോ കൂടാതെ കാര്യങ്ങൾ നടപ്പാക്കുന്നു. ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയല്ല. ഉത്തർപ്രദേശിലെ ജനങ്ങൾ, അവർ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ, അവർ മുഴുവൻ ഹിന്ദുക്കളാണ്. കാരണം എന്താണ്? അവരെല്ലാം ഇന്ത്യയുടെ പുത്രന്മാരും പുത്രിമാരും. ആ ഒരു രാജ്യസ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഴിമതി നിൽ, ഭാര്യയില്ല, കുടുംബവും എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല മികച്ച ഒരു ഭരണത്തിലേക്ക്, പുരോഗതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നായ ഉത്തർപ്രദേശ്, വളരെ ഇന്ത്യയുടെ ഹൃദയഭൂമി കൂടിയായ ഉത്തർപ്രദേശ് വളരെ നല്ലൊരു പങ്കാവും. ഉത്തർപ്രദേശിലുള്ള ജനങ്ങളോട് ഞാൻ ചോദിച്ചു, അവിടെ നമ്മുടെ മലയാളികളുണ്ടല്ലോ, കഴിഞ്ഞുകൂടുന്നുണ്ട്. ഏറ്റവും സുന്ദരമായ ഭരണം, ഏറ്റവും നല്ല റോഡുകൾ, അവരുടെ ജീവിതം ഇപ്പോൾ ഏതാണ്ട് മിക്കവാറും എല്ലാ നഗരങ്ങളിലും യൂറോപ്യൻ നിലവാരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുതന്നെയാണ് യോഗി ആദിത്യനാഥിൻ്റെ ഏറ്റവും വലിയ സംഭാവന. ഹിന്ദുത്വത്തിന് അദ്ദേഹം വലിയ സംഭാവനയൊന്നും ചെയ്യുന്നില്ല. ഏത് അമ്പലം ഉണ്ടെങ്കിൽ വഴിയരികിൽ കൊണ്ട് അമ്പലം വെച്ചിരുന്ന അതും പൊളിച്ചു കളയും അദ്ദേഹം, ഒരു സംശയം വേണ്ട. അമ്പലം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം, ഹിന്ദുക്കളുടെ ആരാധനയും വെച്ചിരുന്നു. അതും പൊളിച്ചുകൊണ്ട് വികസനത്തിനാണ് പ്രാമുഖ്യം. വികസനമാണ് അദ്ദേഹത്തിൻ്റെ വിഗ്രഹം എന്ന് പറയുന്നത്. അതിനെയാണ് അദ്ദേഹം ആരാധിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ തകർക്കാൻ ആര് ശ്രമിച്ചാലും ബുൾഡോസർ വീട്ടിലെത്തും എന്ന് മാത്രമല്ല, തകർക്കാൻ ആർക്കും ഇച്ഛ. കാരണം ജനങ്ങളുടെ കുറച്ചെങ്കിലും പിന്തുണ വേണ്ടേ? ആര് ചെല്ലും ഇതിൻ്റെ പിന്നിൽ ചെല്ലാൻ? ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് വിഗ്രഹങ്ങളാക്കാൻ ചെല്ലും, പിന്തുണ വേണം, ജനപിന്തുണ വേണ്ടേ? അതിനൊരിക്കലും തയ്യാറാവുകയില്ല. കാരണം ഇതെന്തിനാ നശിപ്പിച്ച് കളയുന്നത്? നല്ല രീതിയിലാണ് പോകുന്നത്. ഡബിൾ എൻജിൻ ഭരണകൂടം, കേന്ദ്രത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട്. അതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസിൻ്റെയും SP-യുടെയും BSPയുടെയും എല്ലാം ബേസ് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി തലകുത്തി നിന്നാലും ഉഴുതുമറിച്ചാലും ഒന്നും തകർക്കാവുന്ന ഒന്നല്ല യോഗിയിലുള്ള വിശ്വാസം. ഞങ്ങൾ വിശ്വസിച്ചു. കാരണം അഴിമതി, ഇതാണ് അവർ ആഗ്രഹിച്ച ഭരണം. ഗുണ്ടാരാജില്ലാത്ത ഭരണം, അഴിമതിയില്ലാത്ത ഭരണം. ഒരൊറ്റ അഴിമതി ആരോപണം എന്തെങ്കിലും വിദൂരമായിട്ടുള്ള കാലങ്ങളിൽ പോലും ഉത്തർപ്രദേശിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. കോടതിയിൽ പോലും കേസുകൾ വന്നിട്ട് ആ കേസ് എന്നായി പിടിച്ച് അവരുടെ കേസുകളനുസരിച്ച് യോഗി ആദിത്യനാഥിനെ പിടിച്ച് ജയിലിലിടേണ്ടതാണ്. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. കോടതികൾ പോലും ഇതിനകത്ത് കുറ്റം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. കേസുകളില്ലാഞ്ഞിട്ടല്ല. വലിയ ഗുണ്ട രാജാക്കന്മാരെയൊക്കെ നിഷ്കരുണം അദ്ദേഹം ശിക്ഷിക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണത്. തൊടാൻ പേടിച്ചിരുന്നു, മറ്റ് ഭരണകൂടങ്ങളൊക്കെ തൊടാൻ പേടിച്ചിരുന്ന ഗുണ്ടകളെ ഒക്കെയാണ് ഇദ്ദേഹം നിഷ്പ്രയാസം കൈകാര്യം ചെയ്ത്. രാക്ഷസന്മാരെ എങ്ങനെ ശ്രീരാമൻ കൈകാര്യം ചെയ്തു, അതേ മട്ടിൽ തന്നെയാണ് അവിടെ ദുഷ്ടനിഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.